Rosare, Saros Paese, 310 shekels. Saros Paese, Rosare, 310 shekels. Saros Paese, Philippine, 310 shekels. 3 Rosare, 10 shekels, 3. 3 12. How much? 12, 40 shekels. 310 shekels, 310 shekels. Rosare, 310 shekels. Ana? Give to 3 more. അഞ്ഞൂറ്റി 570 വരെ നിലനിന്നു. കാരണം കോൺസ്റ്റന്റൈന്റെ കാലാവധി എന്ന് പറയുന്നത് 366 മുതൽ 337 വരെയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഭരിച്ചത്. ആ സമയത്താണ് ഇവിടെ ആദ്യത്തെ പള്ളി പണിതത്. അത് 570 വരെ നിന്നു. അതിനുശേഷം ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ കാലത്ത് ഇവിടുത്തെ ദേവാലയങ്ങൾ അവരാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം മുസ്ലിം ഇൻവേഷൻ, അതായത് ഇസ്ലാം മതം പ്രചരിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ദേവാലയങ്ങളെല്ലാം അതിൽ പെട്ടുപോയി. ആ സമയത്തൊന്നും വളരെ കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾ നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് സലാദിൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ് സലാദിൻ, ഇസ്ലാമിലെ ഒരു ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു സലാദിൻ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ കാലത്ത് കുറച്ചുകൂടെ മതസഹിഷ്ണുത ഉണ്ടായിരുന്നു. അതുകൊണ്ട് സലാദിൻ ഫ്രാൻസിസ്കൻ വൈദികരെ ഇവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചു, ദേവാലയം നോക്കാനും ഇവിടുത്തെ തിരുക്കർമ്മങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനും. ആ സമയത്ത് കുറച്ച് സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും നമ്മുടെ ക്രൂസൈഡേഴ്സ് വന്നു, കുരിശുയുദ്ധം ആരംഭിച്ചു. 1096 മുതൽ 200 വർഷമാണ് കുരിശുയുദ്ധത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇവിടെ മുസ്ലിങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് മാറി മാറി മാംലൂക്ക് അങ്ങനെ പല ചക്രവർത്തിമാർ ഇവിടെ വന്നുപോയി. ഓരോ മുസ്ലിം ഭരണാധികാരി ഈജിപ്തിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറാൻ, ഇറാഖ് പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുണ്ടായിരുന്നു. അപ്പം അത് കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരുന്നു. എപ്പോഴും കുറച്ച് സമയം അവർക്ക് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യാൻ സമയം അനുവാദം കിട്ടും. അത് കഴിയുമ്പോൾ പിന്നെയും അത് നിഷേധിക്കപ്പെടും. കാരണം ഭരണാധികാരികൾ മാറി വരുന്നതനുസരിച്ച് അങ്ങനെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പുതിയ പള്ളി 1954 പുതിയ പള്ളി നിർമ്മിക്കാനായിട്ട് പഴയ പള്ളി പൊളിച്ച് ഈ പള്ളി ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. ഇത് പണിത കാലയളവ് 10 വർഷം കൊണ്ടാണ് ഈ പള്ളി പണിതത്. 1960 മുതൽ 1969 വരെ, അങ്ങനെ 10 വർഷം എടുത്താണ് ഈ പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പള്ളിയുടെ സെന്റർ ഭാഗത്ത്, അതായത് മാതാവിന്റെ ഭവനം എന്ന് കരുതപ്പെടുന്ന ഇടത്തിന്റെ നേരെ മുകളിലാണ് പള്ളിയുടെ മകുടം, കോപ്പുല എന്ന് പറയുന്ന അതിരിക്കുന്നത്. അത് നമ്മുടെ തിരിയുടെ ഷേപ്പിലാണ്, അതായത് കാൻഡിലിന്റെ ഷേപ്പിലാണ് അത് പണിതിരിക്കുന്നത്. അത് സിംബലൈസ് ചെയ്യുന്നത്, അത് അർത്ഥമാക്കുന്നത് ജീസസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ വിജാതിയർ ഒരു പ്രകാശം കണ്ടു, അപ്പം ആ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഈശോ ലോകത്തിന്റെ പ്രകാശമാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പം അത് സിംബലൈസ് ചെയ്യുന്നതാണ്. അപ്പം രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് ഈ മംഗളവാർത്തയോടുകൂടെയാണ്. പരിശുദ്ധ മാതാവ് നൽകുന്ന സമ്മതത്തോടുകൂടെയാണ്, മംഗളവാർത്തയോടുകൂടെയാണ് രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത്. ഈശോയുടെ തിരുപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് ഈശോയുടെ ലോകത്തിലേക്കുള്ള ആഗമനം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കോൺസ്റ്റന്റൈൻ ഇവിടെ ദേവാലയം പണിയാനായിട്ട് തീരുമാനിക്കുന്നതും ദേവാലയം പണിയുന്നത്. അപ്പോൾ ഇതാണ് ചരിത്രം. ഒപ്പം ഇവിടെ 2 പാപ്പാമാര് ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട്. പോൾ 6 പാപ്പയും അതുപോലെ തന്നെ ജോൺ പോൾ സെക്കൻഡും ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട്. ജോൺ പോൾ സെക്കൻഡ് സന്ദർശിച്ചത് 2000-ലാണ്.
2000 ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ ദേവാലയം സന്ദർശിച്ചു. അതുപോലെ തന്നെ പോൾ ആറാമൻ പാപ്പ 1969 ഞാൻ പറഞ്ഞല്ലോ ദേവാലയം പണിയുന്നത് 1960 മുതൽ 69 വരെയാണ്. പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. പൂർത്തിയാകുന്നതിന് മുമ്പാണ് പോൾ ആറാമൻ പാപ്പ ഈ ദേവാലയം വന്ന് സന്ദർശിച്ചത്. അപ്പൊ ഇതാണ് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം. അതായത് നമ്മുടെ മംഗളവാർത്ത പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചരിത്രം ഇതാണ്. ഇത്രയും കാലഘട്ടങ്ങളിലൂടെ പള്ളി നശിപ്പിക്കുകയും വീണ്ടും പണിയുകയും നശിപ്പിക്കുകയും വീണ്ടും പണിയുകയും ചെയ്തങ്ങനെ നമ്മൾ ഈ കാണുന്ന പുതിയ ദേവാലയം ഇവിടെ. നമുക്ക് ഇനി വചനഭാഗം കേൾക്കാം. ഈ പള്ളിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വചനഭാഗമാണ് ഈശോ മാതാവിനോട് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് മംഗളവാർത്ത നൽകുന്നത്. അത് നമുക്ക് കേൾക്കാം. ഒപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സുകാർക്ക് ഇതിന്റെ തൊട്ടടുത്ത് വേറെ പള്ളിയുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സുകാർക്കുണ്ട്. അതിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു മാതാവ് വെള്ളത്തിന്റെ ഒരു കുറവയുള്ള ഒരു ഇടമുണ്ട്. അത് ആ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിലാണ്. അപ്പൊ അവിടെ മാതാവ് വെള്ളം എടുക്കാനായിട്ട് ചെന്നപ്പോഴാണ് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടതെന്നും അപ്പോൾ ആദ്യമായിട്ട് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുമ്പോൾ മാതാവ് അത് കണ്ട് ഭയന്ന് അവിടുന്ന് ഓടി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ഗബ്രിയേൽ മാലാഖ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത നൽകി എന്നുള്ളതാണ്. അപ്പം ആ ആദ്യം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ്, ആ ഉറവിടത്തിലാണ്, വെള്ളത്തിന്റെ ഉറവിടത്തിലാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളി നിൽക്കുന്നത്. ഇവിടെ മാതാവിന്റെ ഭവനം. ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ ദേവാലയം ഉള്ളത്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഭവനവും വിശുദ്ധ ഔസേപ്പിതാവിന്റെ പണിശാലയും നിലകൊള്ളുന്നത് തൊട്ടപ്പുറത്തുള്ള വിശുദ്ധ ഔസേപ്പിതാവിന്റെ ദേവാലയത്തിലാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ആ പള്ളിയിലേക്ക് പോകും. നമുക്കിപ്പോഴും വചനഭാഗം ശ്രമിക്കാം. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കർത്താവിന്റെ സുവിശേഷം. डिसंबर में
1-ാം നൂറ്റാണ്ടിലെ വീടുകളുടെ അവശിഷ്ടങ്ങളാണ്. വീടുകൾ അന്ന് നിലവിലുണ്ടായിരുന്ന വീടുകളുടെ അവശിഷ്ടങ്ങളും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ